ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന, സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്കിൻ കെയർ DIY റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം നമ്മളിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് വന്നിട്ട് ഡ്രൈ സ്കിന്നുകാർക്കൊഴികെ ഈ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പുകാർക്കൊക്കെ ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാവുക കേട്ടോ. എൻ്റെ സ്കിൻ ടൈപ്പ് ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് എനിക്കിത് നല്ല രീതിക്ക് വർക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയട്ടെ. യെസ്, അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചാർക്കോൾ പൗഡറാണ് കേട്ടോ. ചാർക്കോൾ പൗഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ചാർക്കോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ക്രീം ആണെങ്കിലും മാസ്ക് ആണെങ്കിലും പീൽ ഓഫ് മാസ്ക്, പാക്ക്, അങ്ങനെ പല കാര്യങ്ങളും നമുക്കിപ്പോൾ ചാർക്കോൾ റിലേറ്റഡ് ആയിട്ട് അടങ്ങിയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു സംഭവം തന്നെ നമുക്ക് ഈസിലി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന നമ്മുടെ തേങ്ങയില്ലേ, ചിരട്ട, ആ തേങ്ങയുടെ ചിരട്ട വെച്ചിട്ട് ഞാനിവിടെ ചാർക്കോൾ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എത്ര വേണോ അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഈ എടുക്കാവുന്നതാണ് കേട്ടോ. ചിരട്ട എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാർക്കോൾ പൗഡറിൻ്റെ ബെനിഫിറ്റ്സും കൂടി നോക്കാം. ഈ ചാർക്കോൾ പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന എന്താ പറയുക, ഈ ഓയിലൊക്കെ ഉണ്ടാവുമല്ലോ, എക്സിസ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു ഓയിലിനൊക്കെ കളയാൻ വേണ്ടിയിട്ടും ഓപ്പൺ പോഴ്സിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് ആ പോഴ്സിൽ ഉണ്ടാകുന്ന ഓയിലിനെയും അതേപോലെ തന്നെ ഫേസിൽ ഉണ്ടാകുന്ന ഡേർട്ടും കാര്യങ്ങളൊക്കെ റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് ഈ ചാർക്കോൾ എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് ഈ ഒരു ചാർക്കോൾ പൗഡർ ഏറ്റവും കൂടുതൽ സ്യൂട്ടാകുന്ന സ്കിൻ ടൈപ്പ് ഏതാന്ന് പറയുകയാണെങ്കിൽ ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നുകാർക്കാണ് ഇതൊന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് ഈ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാകുക. അറിയാലോ, കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ് എൻ്റേത്. എനിക്ക് ഈ ഒരു T-സോൺ ഏരിയയിലൊക്കെ ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ ഈ ഡ്രൈ സ്കിന്നുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയാനൊന്നുമില്ല. ഡ്രൈ സ്കിന്നുകാർ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്നുകൂടി എന്താ പറയുക, ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ പറയുന്നു കോമ്പിനേഷൻ ഓയിലി സ്കിൻ ടൈപ്പുകാർക്ക് ഇതൊന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ചാർക്കോൾ പൗഡർ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടില്ല എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നോർമൽ നമ്മുടെ ചിരട്ടെടുത്ത് കത്തിച്ചിട്ട് നമ്മൾ ഉണക്കി പൊടിച്ചിട്ട് ജസ്റ്റ് എടുക്കുകയാണ്. ഉണക്കുക എന്ന് പറയുമ്പോൾ ആ വെള്ളം തളിച്ചിട്ട് അതൊന്ന് തണുപ്പിച്ചെടുത്തിട്ടാണ് നമ്മളിത് പൊടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള നോർമൽ പച്ചവെള്ളമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ, ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. പച്ചവെള്ളം എടുക്കുന്നതിന് പകരമായിട്ട് ഒരു ഹാഫ് ലെമൺ എടുത്തിട്ട് ഈ വെള്ളത്തിലൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ട് തളിച്ച് അങ്ങനെയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. കുഴപ്പമില്ല. ഞാനിവിടെ നോർമൽ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ചാർക്കോൾ പൗഡർ ഇതേപോലെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിൽ കുറേ ഉണ്ടായിരുന്നു. ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത് കാരണം ഇത് കുറച്ച് എടുത്തു പോയി ഗൈസ്. കണ്ടോ, ഇത്രയും ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ കുറേശ്ശെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീക്കിലി ഒരു 1 ടൈമോ 2 ടൈംസോ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം തന്നെ ഉണ്ടാകും കേട്ടോ. അത് നമ്മൾ മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് ഒരുപാട് ഉണ്ടാകും ഫേസിലും ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് അത് പൊടിച്ചെടുത്ത് തരിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ ഗ്രാനുവൽസോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല. ഗ്രാനുവൽസ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അത്രയ്ക്കും ഇല്ല. ഓക്കെ, അപ്പോൾ ഞാനിത് വെച്ചിട്ടൊരു പീൽ ഓഫ് മാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ അങ്ങനെ പീൽ ഓഫ് മാസ്ക് നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യം ഫേസ് ഒന്ന് നന്നായിട്ട് സ്റ്റീം ചെയ്തിട്ട് ഈ ഒരു പീൽ ഓഫ് മാസ്ക് ട്രൈ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക കേട്ടോ. ഞാൻ ഐക്കാർട്ടിൽ കൊടുക്കാൻ നിങ്ങൾ കണ്ടു നോക്കാം. പിന്നെ എന്താ, നമുക്കിത് വെച്ചിട്ട് മാസ്ക് ഉണ്ടാക്കാം. ആക്ച്വലി ഞാൻ ഇപ്പോൾ വിചാരിക്കുകയാണ്, ഞാൻ ഈ ഒരു ചാർക്കോൾ പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഫേസ് മാസ്ക് കൂടി ഉണ്ടാക്കിയിട്ടാലോ എന്നുള്ളൊരു ഐഡിയ എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ചാർക്കോൾ പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ഒരു സാധനമാണ്. കണ്ടോ,
പ്യുവർ ആയിട്ടുള്ള ചാർക്കോൾ പൗഡറാണ്. നമ്മളിതിൽ വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ചിരട്ട വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് ഗൈസ്. പിന്നെ ഇതൊരു എന്താ പറയുക, ഓക്സിഡൈസിങ് ഏജൻറ്റ് കൂടിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഫേസ് മാസ്കും കൂടി ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫേസ് മാസ്ക് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് അലോവേര ആണ്. നിങ്ങളെടുത്ത് ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഒന്നൊരു ബെറ്റർ ആയിട്ടുണ്ടാവുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ജെല്ലാണെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു വലിയ പീസിൻ്റെ ആവശ്യമുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇതന്നെ നമുക്കിപ്പോൾ ഒരു 2 ദിവസത്തേക്ക് ഉണ്ടാകും. വീക്ക്ലി 2 ടൈംസെങ്കിലും നമുക്കിത് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല പൾപ്പുള്ള അലോവേരയാണ്. ഞാൻ ആ ഭാഗം കട്ടിയുള്ള ഭാഗമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ജസ്റ്റ് ഇതിൻ്റെ പൾപ്പ് മാത്രം എടുക്കാം. ഇതിൻ്റെ പച്ച കളറ് വേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ജെല്ല് മാത്രം ഇതേപോലെ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. വെള്ളം ചേർക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ തന്നെ നമുക്കത് നന്നായിട്ട് തന്നെ ആ ജ്യൂസ് നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. വെള്ളം ചേർക്കാതെ തന്നെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ മിക്സിയിലിട്ട് ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതേപോലെ നമുക്ക് ജ്യൂസായിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്റ്റെയിൻ ചെയ്യാം കേട്ടോ, ഒന്ന് അരിച്ചിട്ട് എടുക്കാവുന്നതാണ്. എനിക്ക് അരിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് തന്നെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു അലോവേര ജെല്ലിൻ്റെ അകത്തേക്ക് നമുക്ക് ഫേസിലേക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും ചാർക്കോൾ പൗഡർ, നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ചാർക്കോൾ പൗഡർ അല്ലേ, അത് ജസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇത്രയും ചേർക്കണുണ്ട് കേട്ടോ, ഇനി ചേർക്കുന്നില്ല. ഇതന്നെ നമുക്കൊരു 2 ടൈംസ് എങ്കിലും ഉണ്ടാകും, അതിൽ കൂടുതൽ ഉണ്ടാകാനാണ് ചാൻസ് ഗൈസ്. അപ്പോൾ നമുക്ക് ഫേസിൽ മൊത്തത്തിൽ ഇത് ഇട്ട് കൊടുക്കാൻ ഇതന്നെ മതി. നിങ്ങൾക്ക് ഇനിയും തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചാർക്കോൾ പൗഡർ കൂടുതലായിട്ട് ഒത്തിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഈ ഒരു ചാർക്കോൾ പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത മാർക്ക്, അതേപോലെ തന്നെ പാടുകളൊക്കെ ഇല്ലേ, അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ്. വൈറ്റ് ഹെഡ്സ് പോകുന്നത് പോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. ഓക്കെ, ഈ ഫേസ് മാസ്ക് നിങ്ങൾ ഉണ്ടാക്കി ട്രൈ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണേ. നമ്മുടെ ഫേസിലുണ്ടാകുന്ന ആക്നി ഇഷ്യൂസൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ എന്താ പറയുക, ആഴത്തിൽ വൃത്തിയാക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടും കൂടെ ഈ ഒരു സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഫേസിൽ മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ മേലേന്ന് ഉറ്റുന്നുണ്ട് മുഖത്തിട്ടപ്പോഴേ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കവർ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ബുക്സ് വായിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഇതൊരു ഹരമായി മാറിയിരിക്കുന്നു ഗൈസ്, ബുക്സ് വായിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ പണിയും നടക്കും, അതേപോലെ തന്നെ വായനയും നടക്കും. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഐറ്റമാണ് നിങ്ങൾക്ക് മനസ്സിൽ. അപ്പോൾ ഇത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ചിരട്ട എടുക്കുമ്പോൾ അതിൻ്റെ എണ്ണം കൂട്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ എന്താ പറയുക, നമുക്ക് കുറേ നാളത്തേക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡ്രൈ സ്കിന്നുകാർ ഇത് യൂസ് ചെയ്യണ്ട എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പർക്ക് നന്നായിട്ട് സ്യൂട്ടാവും. എനിക്ക് നന്നായിട്ട് സ്യൂട്ടാവുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇത് നമ്മൾ വേറെ എന്തെങ്കിലും കോമ്പിനേഷനൊക്കെ ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഫേസ് മാസ്ക് ചാർക്കോളും നമ്മുടെ എന്താ പറയുക അലോവേരയും കൂടിയാണ്. അപ്പം നിങ്ങൾ ഈ ഒരു സംഭവം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ടാറ്റാ.